വേറൊരു നടന്റെ അടുത്ത് ഇത് പറയൂല. പറയില്ല. നീ എന്നോട് അന്ന് വിളിച്ച് പറഞ്ഞെന്താ, ചേട്ടാ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് ഞാൻ ഇവന്റെ ഇന്റർവ്യൂവിന്റെ പിറ്റേ ദിവസം ഇന്റർവ്യൂവിന്റെ എടാ നമുക്ക് സമയം ഇതാക്കാം ചേട്ടാ, ഞാൻ കുപ്പി എടുത്തിട്ട് ഇപ്പൊ എന്റെ സ്ഥാനത്ത് എന്താ പേര്? എന്റെ പേര് ഹരി. ഞാൻ നിങ്ങളുടെ പേരല്ല ചോദിച്ചത്. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. 5 minutes later. എന്താ പേര്? എന്റെ പേര് കൃഷ്ണനാണ്. നിങ്ങളുടെ പേര് ചോദിച്ചില്ല. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയെന്നേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 പെഗ് വെച്ച് അടിച്ചോ, ഒരു കുഴപ്പമില്ലാന്ന്. 2 അല്ല, ഞാൻ ശക്തിയായി നിഷേധിക്കുന്നു. ഈ നെപ്പ് കണ്ടാൽ അറിയാം, മിനിമം ഒരു 10 എണ്ണമെങ്കിലും അകത്താക്കിയിട്ടുണ്ട്. അതെ, ഞാൻ 5 ഡോക്ടർമാരെ കണ്ടെന്നേ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നിവിൻ പോളി. അർജുന്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം വന്നപ്പോ മുട്ടയടിച്ചിട്ട് വന്നു. 3ാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. 15 ദിവസം കൊണ്ട് മസില് പോവോ? വേണ്ടല്ലോ. പണി എൻജോയ് ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. നിങ്ങൾ രണ്ടുപേരും രാവിലെ 6:30 ഒക്കെ ടി വി തുറന്ന് നോക്കിയ ഞാൻ 6:30 ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞ് നിങ്ങളെ കണ്ടാ ഞാൻ ദൈവം ഇത് ചേച്ചി തമിഴിൽ നിന്നൊക്കെ ചേട്ടന് ഓഫറുകൾ വരുന്നുണ്ടോ? തമിഴ് ഇൻഡസ്ട്രി വെട്രിമാരൻ, പാരൻ, മാരി സെൽവരാജ് ഇവരൊക്കെ വിളിക്കുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മണിക്കൂർ ചേട്ടൻ കാണുമ്പോഴേ പ്രായം കൂടുന്തോറും ചെറുപ്പമായിട്ട് വരുന്ന പോലെ ഒരു ഫീൽ ഇല്ലേ? എനിക്കങ്ങനെ ഫീലൊന്നും കണ്ണട ചേട്ടൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സി ആക്ച്വലി അല്ല ഞാനിപ്പോ അല്ല ഇത് സ്വന്തം തന്നെ. ഇത് ബ്രാൻഡ് എല്ലാം തോന്നും, പക്ഷെ ഇത് പുതിയ ബ്രാൻഡാണ്. കൃഷിയിലേക്ക് യൂത്തിന്റെ ഫ്ലോ എങ്ങനെയുണ്ട്? പലരും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് ആണ് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടില്. പക്ഷെ കൃഷിയിലേക്ക് അല്പം കുറവല്ലേ ഇന്ന് നമ്മുടെ നാട്ടില്? അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ താല്പര്യമില്ലാത്തൊരു മേഖലയിൽ ആരെങ്കിലും ജോലി ചെയ്യും? അത് നിങ്ങളോട് നാളെ മുതൽ കൃഷിക്ക് പോകണം, ഈ പണി നിർത്താൻ പറഞ്ഞൊക്കെ പോകും. എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? പിന്നെ നമ്മൾ മറ്റവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ രണ്ടുപേരും ചെയ്യാത്തൊരു പണി വേറൊന്നും ചെയ്യുന്നില്ലെന്ന് കുറ്റം പറയരുത്. വളരെ സത്യമാണ്. അത് ഒരു പക്ഷേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കുറവായത് കൊണ്ടാണ്. താങ്കളുടെ കാര്യത്തിൽ എന്താണ്? അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ആപേക്ഷികം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് യാത്രയിൽ? അതൊന്നും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പോയി ഈ തോൽവി നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും? ഉറപ്പൊന്നുമില്ല. ചില ആത്മഹത്യയിലേക്ക് ഞാനിപ്പോ ഒരു സിനിമ, ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ലോക്യമായിട്ട് വിടണമല്ലോ. വിടാനുള്ള തന്ത്രമായിട്ട് പ്രതിഫലം ഉപയോഗിക്കൂ. വലിയൊരു പ്രതിഫലം അങ്ങ് ചോദിക്കുക. അത് ചില ചാനൽ പരിപാടിക്കൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. സാറിന്റെ സിനിമ, സാറ് എഴുതിയിട്ടുള്ള സിനിമകളിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിനകത്ത് ക്രൈം ആയിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഭിനയിച്ചതാണ് ഏറ്റവും വലിയ ക്രൈം. അല്ല ചില സമയത്ത് നമുക്ക്
ഡീപ് ബ്രെത്ത് എടു, ഡീപ് ബ്രെത്ത് എടു. നല്ല ശ്വാസം വിടും. അതാ നല്ല ശ്വാസം വിടും. കൃത്രിമ ശ്വാസം വേണം. ജോലി ചെയ്യുമ്പോ അതിനൊരു സീരിയസ്നെസ് ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കരിയറിന്റെ അവസാനത്തിലായിരിക്കും ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ചെയ്യുക. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് അവസാനം ആവാറായി. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറ. അതല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പാടില്ലേ? കരിയറിന്റെ അവസാനത്തിലായിരിക്കും എന്റെ നല്ലൊരു സിനിമ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. നാളെ എന്റെ എക്സിന്റെ കല്യാണമാണ്, എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എക്സ് കല്യാണം കഴിക്കും, നീ ബിരിയാണി കഴിക്കും. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ കുറച്ച് ടിപ്സ് പറയാമോ? പഠിത്തത്തിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ? അത് നിർത്തിയാ മതി. നിങ്ങൾ ഉടൻ സിനിമയുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ ഇതേ ഭാവ. സംശയം നോക്കിക്കോ. ഉടലിൽ ഞാൻ ആ സിനിമ ഫുള്ള് കണ്ടു. ഈ ഭാവം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാഗം മാത്രം കണ്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചും മറിച്ച് നോക്കി. ഈ ഭാവം ഞാൻ കണ്ടില്ല. അത് മൊത്തം കാണണം. സിനിമ അരമണിക്കൂറല്ലേ? 2 മണിക്കൂറുണ്ടാ? നിന്റെ എത്ര രൂപ ഉണ്ട്? 2500 അല്ലേ അളിയാ അവര് പറഞ്ഞ. എന്റെ 1000 രൂപയുള്ളൂ. നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങളെ പൈസ ഇട്ട് എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ അത് വേണ്ട. പക്ഷെ നിന്റെ പൈസക്ക് ഞാൻ പോയാലോ? അടുത്ത സീൻ ഇതെങ്ങോട്ടത് വരുന്നു? ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. സാർ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സങ്കല്പിച്ചോ സാർ, ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എടാ കാമടാ ശാന്തം. അതല്ലായിരുന്നില്ലേ? സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമം ബൈജു, കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. സമന്തായാലും സാറേ, എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് കേട്ടോ. അങ്ങനെ സമാധാനമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ. സെറ്റാക്ക് പവർ